ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ ഇതിന്റെയൊക്കെ തുമ്പൊടിച്ച് വരും പോലീസ് അന്വേഷണം. അതൊരു സാധാരണ തരത്തിലുള്ള അന്വേഷണം ആയിരിക്കില്ല, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണമായിരിക്കും. എങ്ങോട്ടേലും മുങ്ങിക്കോ, അതാ ഇനി നല്ലത്. ഗോകുലെ, സത്യം പറ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? നീ എന്തായി പറയുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന്. ശിശിരേ, നിനക്കെന്താ സമനില തെറ്റിയോ? എനിക്കൊരു സമനിലയും തെറ്റിയിട്ടില്ല. ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തത് ഇവനാ. ഇന്നലെ രാത്രി ഇവനും രാജീവേട്ടനും തമ്മിൽ വഴക്കുണ്ടായി. അതുകൊണ്ട് ഗോകുല രാജീവിനോട് ഇങ്ങനെ ചെയ്യുന്ന ചേച്ചി വിചാരിക്കുന്നുണ്ടോ? ചേച്ചി, ഇത്രയും നാളായിട്ടും സ്വന്തം കൂടപ്പിറപ്പിന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലേ? ഇവന് രാജീവേട്ടനെ പണ്ടേ ഇഷ്ടമല്ല. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തതിൽ ശത്രുതയുണ്ട്. ശിശിരേച്ചി, വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കില്ലേ? കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളത് ഗോകുലിന്റെ ഒരു അഭിപ്രായമാണ്. അത് ഗോകുല് തുറന്നു പറഞ്ഞു. അതല്ലാതെ ഗോകുല് മനസ്സിൽ പോലും ഇങ്ങനെ ചിന്തിക്കില്ല. ഇന്നലെ രാത്രി ഇവനും രാജീവേട്ടനും തമ്മിൽ വഴക്കിട്ട് പോയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. നീ അറിയാതെ എന്റെ രാജീവേട്ടൻ ഇത് സംഭവിച്ചില്ല. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് ആശുപത്രിയാ. ഇല്ല, എനിക്കറിയാം, ഇവൻ തന്നെയാ അത് ചെയ്തത്. ശിശിര, നീ വെറുതെ ഭ്രാന്ത് വിളിച്ച് പറയല്ലേ. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായെന്ന് കരുതി ഇങ്ങനെ ആലോചിച്ച് ചെയ്യുവോ? ചേച്ചി, ഗോകുലിനെ ഇങ്ങനെ ഒരിക്കലും സംശയിക്കല്ലേ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഗോകുല് ചേച്ചിയുടെ ഭർത്താവിന്റെ ജീവൻ എടുക്കുവോ? ഒരിക്കലും ഇല്ല. ഈ സമയത്ത് ഇങ്ങനെ വഴക്കിടാതെ അകത്ത് കിടക്കുന്ന ജീവന് വേണ്ടി പ്രാർത്ഥിക്ക് ശിശിരേ. അവസാനത്തെ ശ്വാസവും തീർന്നു എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. മണ്ടത്തരം കാണിച്ചിട്ട് വന്നെന്ന് വീരസ്യം വിളമ്പുന്നു. അവസാന ശ്വാസവും തീർന്നെന്ന് കരുതി പോലും. ഞാൻ അപ്പോഴേ മൂർത്തിയോട് പറഞ്ഞല്ലേ, മുറിച്ചിട്ട മുറി കൂടുന്ന ഇനമാണ് അയാളെന്ന്. മാഡം, ഇപ്പോഴും രക്ഷപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല. ഒരു ചെറിയ അനക്കം മാത്രമേ അയാളുടെ ശരീരത്തിൽ ബാക്കിയുള്ളൂ. ഡോക്ടർമാര് ഇതുവരെ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. വിട്ടിത്തം പറയല്ലേ മൂർത്തി. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സംവിധാനം പഴയ പോലെ അല്ല. ജീവന്റെ ഒരു ചെറിയ അംശം മതി, നമ്മുടെ ഡോക്ടർമാരത് തുന്നിക്കൂട്ടിയെടുത്ത് അവന് ജീവൻ ഊതി കൊടുക്കും. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ നിങ്ങൾ ഈ വെട്ടിക്കൂട്ടിയതെല്ലാം മരുന്നിന്റെ ബലത്തിൽ അവന്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങും. ഒടുവിലൊരു ദിവസം അവൻ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ നെഞ്ചി വിരിച്ച് നിൽക്കുകയും ചെയ്യും. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഡം. ഇനി മാഡം പറയുന്നത് പോലെ അയാൾ ജീവിച്ചിരുന്നാലും കിടക്കുന്ന കിടപ്പിൽ നിന്ന് അയാൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കില്ല. ജീവച്ഛവം പോലെ അങ്ങനെ കിടക്കാം, അതും മാത്രമേ ഇനി പറ്റൂ. എന്തിനാ എഴുന്നേറ്റ് നടക്കുന്നേ? അവന്റെ നാവിന്റെ ബലം തിരിച്ചു കിട്ടിയാ പോരെ? പറഞ്ഞു കൊടുക്കില്ലേ അവൻ പോലീസിനോട്? നമ്മളാണ് ഇതിന് പിന്നിലെന്ന് ഊഹിക്കാൻ അവന് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട. പോലീസിനോട് രാജീവ് അങ്ങനെ എന്തേലും പറഞ്ഞ പിന്നെ എനിക്കും തനിക്കും നമ്മുടെ കൂടെ നിന്ന അവന്മാർക്കും എല്ലാവർക്കും കൂടി ജയിലിൽ പോയി കിടന്ന് കമ്പി എണ്ണി കളിക്കാം, അതും ജീവിതകാലം മുഴുവനും. എടോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനയാള് അയാളെ തീർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ അതെങ്കിലും ഓർക്കണമായിരുന്നു. ശരീരം മുഴുവൻ വെട്ടിക്കീറിയിട്ടും അവന്റെ പ്രാണം മേലോട്ട് കെട്ടിയെടുത്തിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെയൊക്കെ തുമ്പൊടിച്ച് വരും പോലീസ് അന്വേഷണം.
അതൊരു സാധാരണ തരത്തിലുള്ള അന്വേഷണം ആയിരിക്കില്ല. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണമായിരിക്കും. എങ്ങോട്ടേലും മുങ്ങിക്കോ, അതാ ഇനി നല്ലത്. മാഡം, തീർക്കാൻ വേണ്ടി തന്നെയാണ് അത്രയും വെട്ടിയത്. എന്നിട്ടും ചില ജന്മങ്ങൾ അങ്ങനെയാണ് മൂർത്തി. കാലനോട് വരെ അവധി പറയും. കെട്ടിക്കൊണ്ടു പോകുന്ന കയറിന്റെ അറ്റത്തുനിന്ന് എടുത്ത് ചാടി ഓടി രക്ഷപ്പെടും. ഈ രാജീവ് അങ്ങനെ ഒരുത്തനാ. മാഡം, സംഭവം നടക്കുന്നത് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നും ആരും സംശയിക്കുകയില്ല. കേരള പോലീസിനെ താനങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ മൂർത്തി? മണം പിടിച്ച് ഒരു പോലീസ് നായ ഈ ഗേറ്റ് കടന്നു വരുന്ന ഒരു ദിവസം വരും. അതോടെ തീരുമല്ല. ഒരു ജോലി ഏൽപ്പിച്ച അത് കൃത്യമായി ചെയ്തു തീർക്കണം. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ ഇറങ്ങി തിരിക്കരുത്. അങ്ങനെ എന്തേലും സംഭവിച്ച അതിന് മൂർത്തി മാത്രമായിരിക്കും ഉത്തരവാദി. ഗോകുലെ, സത്യം പറ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇന്നലെ രാത്രി ഇവനും രാജീവേട്ടനും തമ്മിൽ വഴക്കിട്ട് പോയതിനു ശേഷമാ ഇത് സംഭവിച്ചത്. ചേച്ചിയോട് വിഷമം തോന്നില്ലേ? ചേച്ചി അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാ. എടോ, എന്ത് മാനസികാവസ്ഥ ആയാലും ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടതാണോ ഇതൊക്കെ? എനിക്കിഷ്ടമില്ലാത്ത തുറന്നു പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ വഴക്കിട്ടുണ്ടാവും. എന്നാലും ഞാൻ അവനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഇത് വെറും ഒരു കേസല്ല, അറ്റംപ്റ്റ് ടു മർഡർ. ഒരാളെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസ്. അവളിപ്പോ എന്നോട് പറഞ്ഞത് പോലീസിന് മുമ്പിൽ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അഡ്വക്കേറ്റ് ഗോകുൽരാജ് അറസ്റ്റില. സ്വന്തം അളിയനെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തവനെന്ന് ആളുകൾ മുദ്രകുത്തും. എല്ലാം ശരിയാ, പക്ഷേ ഗൂഗിള് ചേച്ചിയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാതിരുന്നിട്ടും ഇഷ്ടപ്രകാരം ചേച്ചി പോയി കല്യാണം കഴിച്ചു. ഒരുമിച്ച് ജീവിച്ചത് 2 ദിവസമല്ലേ? അതിനു മുമ്പ് ഈ അവസ്ഥയില് ആരായാലും മാനസിക നില തെറ്റിപ്പോവില്ലേ? നാളെ അവന്റെ മൊഴിയെടുക്കാൻ ACP സാന്ദ്ര തോമസ് വരുമ്പോ ഇവളിത് അവരോട് പറയലെന്ന് എന്താ ഉറപ്പ്?